ഹായ് യൂട്യൂബ് ഫാമിലി. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ ആഘോഷിച്ചില്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ പെരുന്നാളിന് ഉണ്ടാക്കിയ സ്പെഷ്യൽ ഐറ്റത്തിൻ്റെയൊക്കെ റെസിപ്പിയാണ് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബീഫ് ഫ്രൈ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം തലേന്ന് തന്നെ നമ്മൾ ബീഫ് നന്നായി കഴുകി അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ഇത് മൂന്നും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തു വേവിച്ചു. അതുപോലെ തന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നല്ലോണം മിക്സ് ആക്കിയ ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണ് വേവിച്ചത്. കുക്കറിൽ വെക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ അടുപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ അടുപ്പത്ത് തന്നെ ഇട്ട് വേവിച്ചു. അപ്പം അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് സെറ്റാക്കി നമ്മൾ വെച്ചു. അങ്ങനെ അത് അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മൾ അപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി. അപ്പോൾ അപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല പഴം അരച്ച് ചേർത്ത് പിന്നെ അതിലേക്ക് ശർക്കരയും ആഡ് ചെയ്ത് അതുപോലെ തന്നെ പൊടിയും പിന്നെ അതിൽ കുറച്ച് ഉപ്പും ആണ് നമ്മൾ ചേർത്തത്. അപ്പോൾ ഇത് നന്നായി നമ്മൾ ശർക്കര കുറച്ച് ആഡ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എത്തിക്കുന്നത്. അങ്ങനെ നമ്മളെ വാഴക്കലപ്പം സെറ്റാക്കുകയാണ്. അത് വെച്ച് നമ്മൾ പൊരിച്ചു. ഇതാണ് നമ്മളുടെ കുട്ടി ടെസ്റ്റർ. ജസ് അപ്രൂവ് ചെയ്തു. അപ്പോഴേക്കും നമ്മൾ ബീഫൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ മാവ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഉണ്ണിയപ്പവും ഉണ്ടാക്കിയത്. ഉണ്ണിയപ്പം നമ്മൾ അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഉണ്ണിയപ്പത്തിൽ തേങ്ങാക്കൊത്തും വറുത്തിട്ട് ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇപ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ ഉണ്ണിയപ്പം നല്ല സെറ്റായി വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ചപ്പം 2 അപ്പങ്ങളും കുറച്ച് വീതമാക്കി വെച്ചു. പിന്നെ നാളേക്കുള്ള മന്തിൻ്റെ മസാലയും തേച്ച് വെച്ചു ചിക്കനിൽ. നെക്സ്റ്റ് ഡേ ചിക്കൻ ആദ്യം തന്നെ വേവിക്കാൻ വെച്ചു. കൂടെ തന്നെ പുഡിങ്ങിനുള്ള പ്രിപ്പറേഷൻസും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മന്തിയും ഒരു സൈഡിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പുഡിങ്ങിന് നമ്മൾ ചെയ്തത് 1/2 ലിറ്റർ പാലിന് ഒരു 2-3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ, പിന്നെ അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് നമുക്ക് വേണ്ട മധുരത്തിനനുസരിച്ചിട്ട്. എന്നിട്ട് അത് സെറ്റായി വരുമ്പോൾ അതിലേക്ക് മാംഗോൻ്റെ പൾപ്പ് ആഡ് ചെയ്യുക. കുറച്ച് പൾപ്പ് മാറ്റിയും വെക്കണം. എന്നിട്ട് നല്ല ബ്രെഡ് സൈഡൊക്കെ കളഞ്ഞിട്ട് ബ്രെഡ് സെറ്റാക്കി വെച്ചതിലേക്ക് ഈ കസ്റ്റാർഡ് ആഡ് ചെയ്യുക. കുറച്ച് കഷ്ണം വീണാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മാംഗോ കട്ട് ചെയ്ത പീസസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ കസ്റ്റാർഡ് ആഡ് ചെയ്ത് സെറ്റാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് മാംഗോ പ്യൂരി സെറ്റാക്കി തേച്ച് കൊടുക്കുക. ഒരു ലെയറാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ മേലെ കുറച്ച് മാംഗോ കട്ട് ചെയ്ത പീസസ് നമ്മൾ ആഡ് ചെയ്ത് സെറ്റാക്കി വെക്കും. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ഒരു ലെയർ കൂടി ഉണ്ടാക്കും. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കസ്റ്റാർഡ്, വീണ്ടും മാംഗോ നമ്മൾ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നമുക്ക് നട്ട്സൊക്കെ ആഡ് ചെയ്ത് പിന്നെ നമ്മളത് ഫ്രിഡ്ജിലേക്ക് എടുത്തൊക്കെ ചെയ്തേ. അപ്പോഴേക്കും നമ്മളെ മന്തി സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ച് സെറ്റായി. പിന്നെ പുഡിങ് കുറച്ച് നേരം തണുത്ത ശേഷം നമ്മൾ അതും എടുത്തു. അങ്ങനെ തണുത്ത് സെറ്റായ ശേഷം ഞങ്ങൾ പുഡിങ് ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കസ്റ്റാർഡിന് പകരം ക്രീം വെച്ചിട്ട് വിപ്പ് ചെയ്തിട്ടും നമുക്ക് വേണം ഒരു ലെയർ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ബീഫ് നമ്മൾ ഈ സെറ്റാക്കി വെച്ച ബീഫ് ഒന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലാണ് അതിൻ്റെ കറക്റ്റ് രൂപത്തിലെത്തുക. അപ്പം അപ്പവും കൂട്ടി കഴിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പെരുന്നാളിൻ്റെ റെസിപ്പീസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.